ആൻഡമാനിൽ നിന്ന് ഒരു കിഡിലം പയ്യനെ ഇറക്കിയിട്ടുണ്ട്. ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലോസ്കിയാണ്. നിങ്ങൾക്ക് കാണണ്ടേ? അങ്ങോട്ട് നോക്കൂ. കക്ഷിയുടെ പേരെന്നാണെന്നല്ലേ? ഇളയ ദളപതി വിജയുടെ പേരാണ് പുള്ളിക്ക് ഇട്ടിരിക്കുന്നത്. ആള് ചില്ലറക്കാരനൊന്നുമില്ല കേട്ടോ. 27 വയസ്സുണ്ട്. വീട്ടിലെ പിള്ളേരെ പോലെയാ. ആരെങ്കിലും വന്നാ കഴിക്കണം. ഞങ്ങള് പഴമൊക്കെ ആയിട്ടാ വന്നത്. പുള്ളിക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. നടയടി എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൊടുക്കാഞ്ഞിട്ട് മണ്ണ് വാരി ഞങ്ങൾക്ക് ഒറ്റയേറായിരുന്നു. എന്റെ ക്യാമറമാന്റെ ദേഹത്തൊക്കെ ഫുള്ള് ചെളി. അപ്പൊ നമുക്ക് വിജയുടെ അച്ഛനെയും അമ്മേനെയും കാണാം. അതിനും ഭയങ്കരമായിട്ട് പ്രത്യേകതയുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇവരാണ് നമ്മുടെ വിജയുടെ അച്ഛനും അമ്മയും, രാമകൃഷ്ണൻ മാഷും പാറക്കുട്ടി ടീച്ചറും അല്ലേ? പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. ആകൃതി മാത്രം മാറിയില്ല, അച്ഛനും അമ്മയും മകനും. ആകൃതി മാത്രം മാറിയെന്ന് അമ്മ പറയുന്നത്. അച്ഛനും മക്കളുടെ ആകൃതി മാറിയെന്നാണ് പറയുന്നത്. ഇവര് റിട്ടയർമെന്റിന്റെ എമൗണ്ട് ബാങ്കിലൊന്നും നിക്ഷേപിച്ചില്ല, എവിടെ നിക്ഷേപിച്ചിട്ടില്ല. അമ്മ പറയുമ്പോ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ. എങ്ങനെ നിക്ഷേപിച്ചില്ല, പകരം ഒരു ആനക്കുട്ടിയെ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്നെ സ്നേഹിച്ച് കൊല്ലുവാണ് ഇവന്റെ അച്ഛനും അമ്മയും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ കേരളത്തിൽ എങ്ങും ആനയില്ലായിട്ടാണോ ആൻഡമാനിൽ പോയത്? അവന്റെ അമ്മയും അവനും കൂടി അൻഡമാനിൽ നിൽക്കണ ഫോട്ടോ കണ്ടിട്ട് കുട്ടിയെ കണ്ടു. അതെങ്ങനെയാ അമ്മയൊക്കെ? ഒരു ബ്രോക്കർ മാഷ് കൊടുന്നതാ. അപ്പം ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഈ കുട്ടിയെ കിട്ടാൻ എന്ത് കൊടുക്കേണ്ടിയിരുന്നു? അവനെ കിട്ടാൻ വേണ്ടിയിട്ട് 33 വർഷത്തെ മുഴുവനും അധ്വാനം വേണ്ടി വന്നു. ഒരു കുട്ടിയെ കിട്ടാൻ നമുക്ക് ഒരു വർഷത്തെ അധ്വാനം. ഒരു വർഷം വേണ്ട, ഒരു വർഷം വേണ്ട, 10 നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ 9 മാസത്തെ അധ്വാനം മതി. ഇവനെ കിട്ടാൻ 33 വർഷത്തെ അധ്വാനം. അതായത് ഇവരുടെ സമ്പാദ്യം അല്ലേ? മുഴുവനും വാങ്ങിയ പോരല്ലോ, നോക്കണ്ടേ? അതാണ് ഞാൻ തന്നെ. ആനയെ വാങ്ങിച്ചിട്ട് അതിന്റെ ചെലവ് നോക്കണ്ടേ? ചെലവല്ല, കുട്ടിയെ നോക്കാൻ വേറെ ഉണ്ട് പ്രയാസം. എന്താണ്? വലിയ ആനയെ നോക്കും പോലെയല്ല കുട്ടികളെ നോക്കണത്. ചെറിയ കുട്ടികൾ നമ്മുടെ കുട്ടികളാച്ചാ ഭക്ഷണമൊക്കെ കൊടുത്തു അല്ലെ റൂമിലിട്ടിട്ട് അല്ലെ തൂക്കിലൊക്കെ കിടത്തി ഉറക്കാം. ഇതത് പറ്റുമോ? ഉറക്കാനും പറ്റില്ല. അത് മണ്ണ് വാരി തിന്നും ഒക്കെ ചെയ്യും. അപ്പൊ വയറ് കേടുവരാതെ നോക്കും വേണം. ഇവിടെ തന്നെ വേണമെന്ന് തോന്നുന്നു. വക്കീലാണല്ലോ. ഇപ്പോൾ മകനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അയാളുടെ അയാളെ ഞാൻ നേരത്തെ പരിചയമാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഈ ആനകളുടെ കച്ചവടമാണ് റിട്ടയർ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു. തൃശ്ശൂരൊക്കെ പോയി താമസിച്ച് അവിടെ ഇരുന്ന ആവശ്യക്കാർക്ക് ആനകളൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കലും ഇതൊക്കെയാണ് അയാൾക്ക് ജോലി. അങ്ങനെ അയാളുടെ ആൽബം കാണിച്ചു അയാൾ ഈ പിന്നെ തള്ളയും കുട്ടിയും കൂടി നിൽക്കണത്. അത് കാണിച്ചു തന്നപ്പോൾ ഈ കുട്ടിക്ക് എന്ത് കൊടുക്കണം അപ്പോഴാണ് ചോദിച്ചത്. ഒരു 3-3.5 ലക്ഷം കൊടുക്കേണ്ടിയിരുന്നു പറഞ്ഞു. പുള്ളിയുടെ ഫോട്ടോയിലാണ് അതെ അമ്മയും കുട്ടിയും. അമ്മയും കുട്ടിയുണ്ട്. അതെ ഉണ്ട്, അമ്മയുണ്ട്. അമ്മയുടെ പേര് മധുമതി. അമ്മയുടെ പേര് മധുമതി കേട്ടോ. ഇവന്റെ അമ്മയുടെ പേര് മധുമതി. അതെ. അങ്ങനെ ഞാനും മാഷും കൂടിയിട്ട് അത്തമാനിക്ക് പോയി. അന്തമാനിൽ പോയിട്ട് പിന്നെ നമ്മൾ പോർട്ട് ബ്ലെയറിൽ ഇറങ്ങി. അവിടെ വേറെ ദ്വീപിലാണ്, ലിറ്റിൽ അന്തമാൻ എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഈ ആനയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിൽ പോയി, ഫോറസ്റ്റിൽ പോയി. എന്നിട്ട് ഇവനെ കണ്ടപ്പോൾ നമുക്ക് തൃപ്തിയായി. ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടി. അന്ന് നമ്മുടെ ഈ ഹൈറ്റേ ഉള്ളൂ. അവർ അവിടുന്ന് പിന്നെ ചരക്കപ്പലിൽ കയറ്റി അയക്കാന്നാണ് പറഞ്ഞത്. ഇടഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് രണ്ടാമതും വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഉറപ്പിച്ച് പറഞ്ഞ. പിന്നെ അതിൽ താമസം കാണുക. കുറച്ച് നമ്മൾ വിചാരിച്ച മാതിരി സമയത്ത് വരുന്നില്ല. എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോകാമെന്ന് തീർച്ചയായിട്ടും ഞാൻ തന്നെ പോയി. രണ്ടാമത് ഞാൻ ഒറ്റയ്ക്കാണ് പോയി. ആദ്യം കപ്പലിൽ നിന്ന് വരാൻ ഇത് താമസിച്ച്, കപ്പലിൽ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് വരാൻ ലേറ്റ് ആയി. അച്ഛൻ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല. അച്ഛൻ തന്നെ പിന്നെ ഒക്ടോബർ മാസത്തെ 2001 ഒക്ടോബറിൽ അച്ഛൻ തന്നെ നേരെ അങ്ങ് പോയി. അമ്മ ഫോട്ടോ കണ്ടു. ഇവിടുന്ന് കണ്ടത് തന്നെ ഉള്ളൂ, അവിടെ പോയി കണ്ടതൊന്നും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യേ പറഞ്ഞു. ഉറപ്പിക്കട്ടെ, ഉറപ്പിച്ചോളാൻ പറഞ്ഞു. ഒരുക്കി പുറപ്പെട്ടില്ലേ? അപ്പൊ പിന്നെ ശരി. അപ്പൊ എല്ലാ പേപ്പേഴ്സും കിട്ടിയാലേ കപ്പൽ കയറ്റും. അപ്പോൾ അതെല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ആയി എല്ലാം ശരിയായതിൻ്റെ ശേഷമാണ് പിന്നെ അവിടുന്ന് ഹിന്ദിയൊക്കെ പോയിട്ട് മലയാളം ഒരാഴ്ച കൊണ്ട് പഠിച്ചു.
അതെ അല്ല അവിടെ മലയാളം ഇല്ലല്ലോ. അപ്പൊ ഹിന്ദി പറഞ്ഞിട്ട് മലയാളം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞ ഒരു പടത്തിനകത്ത് പഠിപ്പിക്കാൻ അല്ലെ, ഒരു പടത്തിനകത്തില്ലേ ഇങ്ങനെ innocent ഇതുപോലെ. അപ്പൊ അമ്മയാണ് മലയാളം പഠിപ്പിച്ചത്? അല്ലല്ല, ഉണ്ണീഷ് നായര് മലയാളം പഠിപ്പിച്ചു. പിന്നെ കരഞ്ഞു കരഞ്ഞു. ആ അമ്മയെ വേറിട്ട് നിർത്തിയിട്ട് ബനെ എടുക്കുമ്പോ അമ്മയും കുട്ടിയും കരയായിരുന്നു. അതാണ് വിഷമം. പിന്നെ അമ്മയെ പോലെ നോക്കണ്ടേ. അത് പിന്നെ ഇപ്പൊ നോക്കുന്നുണ്ടല്ലോ. ഇപ്പം പുള്ളിനെ എഴുന്നള്ളിക്കാൻ വിടുന്നുണ്ടോ? പിന്നെ അല്ലാതെ എങ്ങനെയാ ജീവിക്കുക? അതെ അവരുടെ ചെലവേ. ആ മറ്റേത് അച്ഛൻ്റെ അമ്മയുടെ പെൻഷനൊന്നും തികയില്ല. കിട്ടുന്ന മാതിരി ഒന്നും നമുക്ക് അത്ര വരുമാനമൊന്നുമില്ല. എന്നാലും അല്ല, അത് എന്തായാലും കേട്ടോ, കുഞ്ഞ് സമ്പാദിച്ചോണ്ട് വരുന്നുണ്ട്. ചെറുപ്പത്തിലെ കൊടുത്തതല്ല ഇപ്പൊ അവൻ സമ്പാദിച്ച് തിരിച്ചു. അങ്ങനെ ആവണേ ഉള്ളൂ. അവൻ തരുന്നത്. അതായത് ഈ അങ്ങനെ റിട്ടയർ ചെയ്ത പൈസ കിട്ടിയ വീടൊക്കെ ഒന്ന് നന്നാക്കി ഇതിപ്പോ വീട് നന്നാക്കിയില്ല. ഇതൊക്കെയാണ് ചെയ്യാ. വീട് വേണ്ട. ഞങ്ങള് പിന്നെ അവിടേക്കല്ല ചിന്തിച്ച്. മഴ കൊള്ളാതെ ഒരുത്തിയിൽ ഇരിക്കണം. ഇവനോടുള്ള സ്നേഹം, ഇവൻ തരുന്ന സ്നേഹം അതിപ്പോ മനുഷ്യന്മാരെയൊന്നും കിട്ടില്ല. മനുഷ്യന്മാർക്കൊന്നും സ്നേഹമില്ല. ഇത് ആത്മാർത്ഥ കറ കളഞ്ഞ കുസൃതി ഉണ്ടോ അമ്മേ? കുസൃതി പറഞ്ഞ മനുഷ്യന്മാർ കുട്ടികൾക്ക് ചെറിയ കുസൃതിയൊക്കെ ഇല്ലേ, അവർക്ക് അവരുടേതായ ചെറിയ കുസൃതികൾ അത് നമ്മൾ നിയന്ത്രിക്കണം. ആ സമയമായാൽ 2:30 കഴിഞ്ഞാൽ ഊതും. 3-3:30 ഉള്ളില് അതിനൊരു 2:30 തുടങ്ങും ഊത്ത്. ഇവിടുന്ന് ഉണ്ടാക്കല്. എനിക്ക് ചോറുതായോ? അതെ ആയില്ലേ, ഇവിടെ മറന്നു എന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ജാതകത്തിൽ അതിനൊരു യോഗം ഉണ്ടാവും. അതാണ്. അല്ലെങ്കിൽ ഇപ്പൊ പെട്ടിയിൽ പണം വെച്ചാലും അതെ ആ യോഗം കൂടി അണഞ്ഞിട്ടാണ് അത് നടന്നേക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ മോഹം ഉദിക്കില്ല. ഇപ്പൊ ഞങ്ങളെക്കാൾ എത്രയോ ഇവിടെ പൈസക്കാർ ഈ അനുഭവം പൈസ ഇല്ലാത്തവരാണേ വാങ്ങാൻ പോകും. അവർക്ക് ഇത് വാങ്ങോ വാങ്ങില്ല. മനുഷ്യൻ വിചാരിച്ചാൽ അത് എപ്പോഴും നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.